ഹായ്, നമസ്കാരം. എനിക്ക് അട്ടയെ ഭയങ്കര പേടിയായിരുന്നു. കുട്ടിക്കാലത്ത് അട്ടാന്ന് കേട്ടാൽ എനിക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റൂലായിരുന്നു. അപ്പൊ എൻ്റെ സഹോദരിമാരും എൻ്റെ അമ്മയും എന്നെ കളിയാക്കും. ഭക്ഷണം കഴിക്കാൻ വെച്ചിട്ട് ആരെങ്കിലും ഒരാൾ എന്ന് പറയും. എനിക്ക് ഉടനെ മനസ്സിലാവും കഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു അട്ടയുടെ കഥ, ഇത് ഓഷോയുടെ ഒരു കഥയാണെന്ന് തോന്നുന്നു. ഈ കഥ എങ്ങനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു പുതിയ വീക്ഷണം നൽകിയെന്ന് ഞാൻ പറയാം. അപ്പം ഒരു അട്ടയുണ്ടായിരുന്നു. ഈ അട്ട എന്നെ പോലെ ആരോഗ്യത്തിൽ താല്പര്യമുള്ള ഒരു അട്ടയായിരുന്നു. എന്നും രാവിലെ ഓടാനും നടക്കാനും ഒക്കെ സ്ഥിരമായിട്ട് പോകും. അപ്പം ഒരു കുഞ്ഞു തവള ഈ അട്ടയെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. ഇത്രയും കാല് വെച്ച് ഈ അട്ട എങ്ങനെ നടക്കുന്നു? എനിക്ക് 4 കാല് വെച്ച് ഞാൻ എത്ര ബുദ്ധിമുട്ടി ആണ് നടന്നു തുടങ്ങിയത്, ചാടി തുടങ്ങിയത്. മനുഷ്യർ 2 കാല് വെച്ച് തുടങ്ങാൻ എത്ര ബുദ്ധിമുട്ടി. അപ്പൊ ഈ കുഞ്ഞു തവള ഒരു മിടുക്കനായ തവളയായിരുന്നു. അട്ടയോട് ചോദിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം രാവിലെ അട്ട നടക്കാൻ ഇറങ്ങിയപ്പം ഈ തവള ചോദിച്ചു, അങ്കിൾ ഹൗ ഡിഡ് യു ബിഗിൻ ടു വാക്ക്? എങ്ങനെ നടന്നു തുടങ്ങി? ഈ 4 കാല് വെച്ച് ഞാൻ എത്ര ബുദ്ധിമുട്ടി. അതൊക്കെയുണ്ട്, അതിന്റെ കഴിവ്, അതിന്റെ മിടുക്ക്. ഞാൻ നിസ്സാരമായിട്ട് നടന്നു തുടങ്ങി. കുഞ്ഞു തവള അതിശയിച്ചു. കുഞ്ഞു തവള ഈ അട്ട അങ്കിളിനെ തൊഴുതു. അട്ടയ്ക്ക് അപ്പം മുതൽ ഒരു പ്രത്യേക ഫീലിംഗ്. ഞാൻ എത്ര മിടുക്കൻ, ഈ 2ഉം 4ഉം കാല് വെച്ച് മറ്റുള്ള ജീവികൾ എത്ര പ്രയാസപ്പെടുന്നു, എനിക്ക് എത്ര നിസ്സാരം. അങ്ങനെ അട്ട നടന്നു. തിരിച്ച് വരുന്ന വഴി അട്ട ഒന്ന് ആലോചിച്ചു, എന്നാലും എനിക്ക് എങ്ങനെ നടക്കാൻ പറ്റുന്നു? ഞാൻ എങ്ങനെ നടക്കുന്നു? ആദ്യം വലത്തേക്കാൽ മുമ്പോട്ട് വെക്കുന്നു, പിന്നെ ഇടത്തേക്കാൽ, പിന്നെ 2ാമത്തേക്കാൽ, 3ാമത്തേക്കാൽ. അങ്ങനെയാണോ? അട്ട ഒന്ന് ചിന്തിച്ചു തുടങ്ങി. ചിന്തിച്ച് അട്ട ഒരു വൃത്തത്തിൽ കറങ്ങാൻ തുടങ്ങി. മുമ്പോട്ട് പോകാനേ പറ്റുന്നില്ല. ഇതായിരുന്നു എൻ്റെ ജീവിതവും. ഞാൻ തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്ന് 4th റാങ്കിൽ ബിരുദമെടുത്ത് പിന്നെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിൽ അഡ്വാൻസ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ടെക്നിക്സ് പഠിച്ച് അങ്ങനെ സാമർഥ്യവും നല്ല ജോലി, KLM എയർലൈൻസിൽ ഇൻഫർമേഷൻ മാനേജറായിട്ട് ജോലി. അങ്ങനെ ഞാനാണ് മിടുക്കൻ. എൻ്റെ കഴിവ് കൊണ്ട് ഞാനിതെല്ലാം നേടി. എനിക്ക് പഠിക്കാൻ അറിയാം, എനിക്ക് ചിന്തിക്കാൻ അറിയാം, നല്ല ഫാമിലി, ഭാര്യ, 2 കുട്ടികൾ. പക്ഷേ 1997 എനിക്ക് 42 വയസ്സുള്ളപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ ഈ അട്ടയെ പോലൊരു വട്ടത്തിൽ കറങ്ങുകയായിരുന്നു. ഒരു ലക്ഷ്യവുമില്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ. പിന്നെ ഞാൻ വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത് 97 തിരിച്ചു നാട്ടിൽ വന്നു. തിരുവനന്തപുരത്ത് വന്നു, സെറ്റിലായി. ചുമ്മാതിരിക്കാൻ, ജീവിതം എന്താണ്, എന്തിനു ജീവിക്കുന്നു, എന്തിനു നമ്മൾ ഈ ഓട്ടം ഓടുന്നു എന്നൊക്കെ ചിന്തിച്ചു. അതിനിടയിൽ എനിക്ക് എൻ്റെ ഗുരുവിനെ കാണാൻ സാധിച്ചു. അങ്ങനെ ആ ഗുരുവിലൂടെ എനിക്ക് ലഭിച്ച അറിവ് ഉപയോഗിച്ച് ഞാൻ തന്നെ ചിന്തിച്ചു തുടങ്ങി. പ്രാണായാമം ചെയ്തു തുടങ്ങി, മെഡിറ്റേഷൻ ചെയ്തു തുടങ്ങി. അങ്ങനെ വീണ്ടും എനിക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകാനുള്ള പ്രാപ്തി ലഭിച്ചു. ഇപ്പൊ തിരിച്ച് അട്ടയിൽ പോയാൽ അട്ടയ്ക്കും ഇത് മനസ്സിലായി, ഇതൊരു ബുദ്ധിയുള്ള അട്ടയായിരുന്നു. അങ്ങനെ ഈ അട്ടയും മെഡിറ്റേറ്റ് ചെയ്തു തുടങ്ങി. അപ്പൊ ഓർക്കുക, നമ്മൾ എന്തോന്നും ആണെന്നുള്ള അഹങ്കാരം നമ്മളെ തളർത്തും, നമ്മളെ വട്ടത്തിൽ കറക്കും. ഇതാണ് സത്യം. വേറെ ഏതോ ശക്തിയാണ് നമ്മളെ നയിക്കുന്നത് മനസ്സിലാക്കാൻ നമ്മൾ വളരെ സിമ്പിൾ ആവണം. നമ്മുടെ ഹ്യൂമിലിറ്റിക്ക് മാത്രമേ, നമ്മുടെ വിനയത്തിന് മാത്രമേ നമ്മളെ ആ ശക്തിയിലേക്ക് ലയിപ്പിക്കാൻ സാധിക്കൂ. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് സമയമായാൽ ഗുരുവിന്റെ ഒരു നോട്ടം നമ്മളെ ആ ശക്തിയിലേക്ക് തിരിപ്പിക്കാനും സാധിക്കും. അപ്പൊ ഇന്നത്തെ ഈ അട്ടയുടെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവേത് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ ഇടാം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുമായി തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.